ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊന്ന് സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി വെക്റ്റേഴ്സ് ക്ലാസ്സുകളൊക്കെ കേട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ കേട്ട ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളിനി എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിനി ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുമായിരിക്കും. ഇങ്ങനെ എല്ലാ ചാപ്റ്ററുകളൊന്ന് റിവൈസ് ചെയ്ത് പോകാൻ നിങ്ങൾ അതിൻ്റെ കൂടെ പഠിച്ച് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ വെക്റ്റേഴ്സിലെ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഇതിലുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ പോയിൻറ്റുകൾ എന്താണെന്ന് പറഞ്ഞു പോകാൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉള്ളവർ പേഴ്സണലായിട്ട് ചോദിക്കാം. ആരും ക്ലാസ് കാണാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ അവിടെ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ആറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡാൾട്ടനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആറ്റം നമുക്കറിയാം, ഡാൾട്ടൻ പറയുന്നത് എവറി മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. അത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ അദ്ദേഹം പറയുന്നത് എല്ലാ മാറ്ററും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഏറ്റവും ചെറിയ കണങ്ങളാൽ നിർമ്മിതമാണ് എല്ലാ മാറ്ററും. മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എന്നാൽ അതിന് ശേഷം ഡാൾട്ടൻ അത് പറഞ്ഞതിന് ശേഷമാണ് ആറ്റത്തിൽ ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സം അതർ പാർട്ടിക്കിൾസ് എന്ന് കണ്ടെത്തുകയും ആ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഡാൾട്ടൻ്റെ തിയറി ഡാൾട്ടൻ പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ എന്നാണ്. ഒരു മാറ്ററിൻ്റെ ഏറ്റവും ചെറിയൊരു ഭാഗം, അതിനെയാണ് നമ്മൾ ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയൊരു ഭാഗം, അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അത് ഇൻഡിവിസിബിളാണ്, വിഭജിക്കാൻ കഴിയാത്ത സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ എന്നാണ് ആറ്റത്തെ ഡാൾട്ടൻ ഡിഫൈൻ ചെയ്തത്. അതിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് പിന്നീട് കണ്ടെത്തി എന്നുള്ളതാണ്. ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെ മനസ്സിൽ നമ്മൾ ആറ്റത്തെക്കുറിച്ച്, നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറെക്കുറിച്ച് ചെറിയൊരു രൂപം നമ്മുടെ മൈൻഡിലുണ്ട്. എന്താണ്? സെൻറ്ററിലൊരു ന്യൂക്ലിയസും ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ മൈൻഡിലുള്ള സ്ട്രക്ചറാണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. ആദ്യമായി കണ്ടെത്തിയ ആറ്റത്തിലുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്തത് വില്യം ക്രൂക്സ് ആണ്. അതിനെ ക്രൂക്സ് ട്യൂബ് എന്നാണ് പറയുക. ഇലക്ട്രോൺ were discovered by conducting an experiment by using a simple apparatus known as discharge tube or Crookes tube. ആ ഒരു ഡിസ്ചാർജ് ട്യൂബാണ് ഈ ചിത്രത്തിലുള്ളത്. അതിൽ 2 ഇലക്ട്രോഡുണ്ട്. ഒരു ഗ്ലാസ് ട്യൂബിൽ 2 ഇലക്ട്രോഡുണ്ട്. ആ ഗ്ലാസ് ട്യൂബിൽ പിന്നെ ഒരു വാക്വം പമ്പ്, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാക്വം പമ്പുണ്ട്. ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നൊരു മെറ്റാലിക് പ്ലേറ്റാണ്. ആ മെറ്റാലിക് പ്ലേറ്റിന് ഹൈ വോൾട്ടേജ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഡിസ്ചാർജ് ട്യൂബ് നമ്മൾ പറയുക. അപ്പോൾ അതിൽ കാഥോഡ് എന്ന് എഴുതിയ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരു ക്രൂക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ്. ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ മുകളിൽ അവർ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ള ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്,
ഇനേർട്ട് ഗ്യാസ് ആവാം, അല്ലെങ്കിൽ ഏത് ഗ്യാസ് വേണമെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. Discharge tube consists of a sealed glass tube of about 50 centimeter length with 2 metal electrodes fused to the ends and a side tube connected to a vacuum pump. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ പറഞ്ഞു അതിൽ 2 ഇലക്ട്രോഡ് ഉണ്ട് അല്ലേ, അതിലൊരു സൈഡ് ട്യൂബ്, അതിന് വാക്വം പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ട്യൂബുണ്ട്. ദ ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് എ ഗ്യാസ് അണ്ടർ സ്റ്റഡി. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് അവർ എടുത്തിട്ടുണ്ടാവും, ഇനേർട്ട് ഗ്യാസാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്യാസ് അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ 2 ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് ഹൈ വോൾട്ടേജ്. ഈ 2 ഇലക്ട്രോഡിനെ ഒരു ഹൈ വോൾട്ടേജ് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്രൂസിൻ്റെ ഡിസ്ചാർജ് ട്യൂബ്. ഇനി ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. When the discharge tube containing the gas is at 1 atm pressure and at high voltage, the gas remains non-conducting. അപ്പോൾ അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യം, 1 atmospheric പ്രഷറിൽ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടും ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 180 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എത്ര വോൾട്ടേജ് അവർ വോൾട്ടേജ് എത്ര ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടും അവിടെ ഇലക്ട്രിസിറ്റി ഗ്യാസിലൂടെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്ത ശേഷം 10⁻² atm ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഗ്യാസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയെന്നത് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു ചെറിയ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. When the pressure of gas is reduced to about 10⁻² atm, the gas becomes conducting and the light is emitted by the residual gas in the tube. ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്കറിയാം, നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൽ നിന്നാണ് ഗ്യാസിൻ്റെ കളർ, നമ്മൾ ഏത് ഗ്യാസാണോ ഉപയോഗിക്കുന്നത് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ കളർ ആ ലൈറ്റിന് ഉണ്ട് എന്നുള്ളത് അവർ ഒബ്സർവ് ചെയ്തു. ദ കളർ ഓഫ് ദ ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ദ ഗ്യാസ്. അങ്ങനെ അവർ 10⁻² atm എത്തിയപ്പോഴാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. വീണ്ടും അവർ ഈ പ്രകാശം ആദ്യം അവർ കാണുന്നത് നിയർ കാഥോഡാണ്. കാഥോഡിൻ്റെ അവിടെയാണ് ഈ ഒരു ലൈറ്റ് അവർ കാണുന്നത്. ഒരു കളർ, അവിടെയുള്ള ആ ഒരു ഭാഗത്തുള്ള ഗ്യാസിൻ്റെ പെർട്ടിക്കുലർ കളർ അവർക്ക് കണ്ടു. പക്ഷേ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു പ്രകാശം ഇല്ലാണ്ടായി പോകുന്ന അവർ ഒബ്സർവ് ചെയ്തു. When the pressure of gas in the discharge tube further reduced, the glow became weak. At about 10⁻⁴ atm pressure, the glow within the tube stops, but the gas continued to conduct electricity. അപ്പോൾ നമ്മൾ ആദ്യം അവർക്ക് തോന്നിയൊരു കാര്യം എന്തായിരിക്കും, ഈ ഒരു ലൈറ്റ് ലൈറ്റ് അവർ കാണുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രഷർ റെഡ്യൂസ് ചെയ്തപ്പോഴും ഇലക്ട്രിസിറ്റി അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ലൈറ്റില്ല, ലൈറ്റ് അവിടെ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്ലോ അവിടെ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഗ്ലോ ഡിസപ്പിയർ ചെയ്യുന്ന ഒരൊറ്റ ഘട്ടത്തിലല്ല അവർ ഈ പ്രഷർ കുറേ 10⁻⁴ atm ആവുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ ഒരൊറ്റയടിക്കൽ അവർ ചെയ്യുന്നത് ആദ്യം പ്രഷർ ഡിക്രീസ് ചെയ്യുകയും വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ആദ്യം അവർ ഗ്ലോ അപ്പിയർ ചെയ്യുന്നത്, ഈ ഗ്ലോ മൂവ് ചെയ്യുന്നത് കാഥോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നത് കാഥോഡിൽ നിന്നാണ് അവർ ഒബ്സർവ് ചെയ്തത്. ഈ ഗ്ലോ അവിടുന്ന് മാറുന്ന സമയത്ത്
അവിടെ ഒരു ഡാർക്ക് സ്പേസ് ട്യൂബിൽ ആദ്യം അവർ ഒബ്സർവ് ചെയ്തു. അത് ഒബ്സർവ് ചെയ്തത് നിയർ കാഥോഡാണ്. ദ ഗ്ലോ സറൗണ്ടിങ് ദ കാഥോഡ് ഓർ നെഗറ്റീവ് ഇലക്ട്രോഡ് ഡിറ്റാച്ചസ് ഇറ്റ് സെൽഫ്. ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യം മൊത്തത്തിലൊരു ലൈറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. പിന്നെ അവർ മനസ്സിലാക്കിയത് ഈ ഒരു കാഥോഡിൻ്റെ ഭാഗത്തുള്ള കുറച്ചും കൂടെ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പം കാഥോഡിൻ്റെ ഭാഗത്തുള്ള ഗ്ലോ ഡിസപ്പിയർ ചെയ്തു, അതിൻ്റെ തൊട്ട ഭാഗത്തുള്ള ഗ്ലോ ഡിസപ്പിയർ ചെയ്തു. ഇത് ആദ്യം ഒബ്സർവ് ചെയ്തപ്പോൾ അതിന് അവരൊരു പേര് കൊടുത്തു, ക്രൂക്സ് ഡാർക്ക് സ്പേസ്. കാഥോഡിൻ്റെയും നമ്മൾ ആദ്യം അവർ കാണുന്നത് കാഥോഡിലാണ് ഈ ഒരു ഡാർക്ക് സ്പേസ്. കാരണം ആ ഒരു പ്രകാശം അവിടെ നിന്ന് ഇല്ലാണ്ടായിട്ട് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരണം. അപ്പോൾ അത് ഇവിടെ നിന്ന് തുടങ്ങുന്നത് കാഥോഡിൽ നിന്നാണ്. അപ്പോൾ കാഥോഡിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് പോയ ഭാഗത്ത് സ്വാഭാവികമായിട്ട് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക് വരും. ആദ്യം കണ്ട ഡാർക്ക് സ്പേസിനെ ഒരു ക്രൂക്സ് ഡാർക്ക് സ്പേസ് എന്ന് പറയുന്നു. വീണ്ടും ഒരു പ്രഷർ കുറയ്ക്കുകയും അതുപോലെ തന്നെ വോൾട്ടേജ് കൂട്ടുകയും ചെയ്തപ്പം ഈ ഒരു ഡാർക്ക് സ്പേസ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ അതോടൊപ്പം ആ ഒരു ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് സ്പേസ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ദ ഗ്ലോ സറൗണ്ടിങ് ദ കാഥോഡ് ഓർ നെഗറ്റീവ് ഇലക്ട്രോഡ് ഡിറ്റാച്ചസ് ഇറ്റ് സെൽഫ് ലീവിങ് എ സ്പേസ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് ഇലക്ട്രോഡ്. അല്ലേ? അപ്പോൾ ആദ്യം അവർ ഒബ്സർവ് ചെയ്തത് എന്താണ്? കാഥോഡിൻ്റെയും അതേപോലെ കാഥോഡിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഭാഗം ലൈറ്റ് കാണുന്നില്ല അല്ലേ, എന്നാൽ ബാക്കിയുള്ള എല്ലായിടത്തും ഗ്ലോ ഉണ്ട്. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു സ്പേസിനെയാണ് അവർ ക്രൂക്സ് ഡാർക്ക് സ്പേസ് എന്ന് പേര് കൊടുത്തത്. പിന്നെ വീണ്ടും പ്രഷർ കുറയുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഒരു ലൈറ്റിന് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞിങ്ങനെ കാഥോഡിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് എൻ്റെയർ ട്യൂബിൽ അത് ആ ഡാർക്ക് സ്പേസ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. The pressure is reduced below 0.001 millimeter of mercury, the dark space fill the entire tube. അപ്പോൾ അവിടെ ആ ഡാർക്ക് സ്പേസ് ഫില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കളർഡ് ലൈറ്റിൻ്റെ എമിഷൻ അവിടെ സ്റ്റോപ്പ് ആയിരുന്നത്. എമിഷൻ ഓഫ് കളർഡ് ലൈറ്റ് സ്റ്റോപ്സ്. അപ്പോൾ പക്ഷെ അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഡാർക്ക് സ്പേസ് ഫില്ല് ചെയ്ത സമയത്ത് the discharge tube is begin to glow with faint of greenish light. നമുക്കറിയാം, നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൻ്റെ പുറത്ത് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഡാർക്ക് സ്പേസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബിൻ്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്ത ഭാഗത്ത് ഒരു ഗ്രീനിഷ് ലൈറ്റായിട്ട് അവർക്ക് ഒബ്സർവ് ചെയ്തു. അതെന്തുകൊണ്ടായിരിക്കും? ദിസ് ഇസ് ഡ്യൂ ടു ദ സ്ട്രൈക്കിംഗ് ഓൺ ദ ഗ്ലാസ് ട്യൂബ് ബൈ സം ഇൻവിസിബിൾ റേസ് കമ്മിങ് ഫ്രം ദ കാഥോഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഇൻവിസിബിളായിട്ട് നമ്മൾ ഡാർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറും ഡാർക്കല്ല, സം പാർട്ടിക്കിൾസ് ഇസ് ദർ അല്ലേ, അത് ഇൻവിസിബിളാണ്, അതിന് കാണാൻ പറ്റില്ല. ആ ഇൻവിസിബിൾ പാർട്ടിക്കിള് കാഥോഡിൽ നിന്ന് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അത് മൂവ് ചെയ്ത് സ്വാഭാവികമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ പുറത്ത് ഗ്ലാസ്സിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫ്ലൂറസെൻസ് മെറ്റീരിയൽ അതിൽ തട്ടിയിട്ട് കളർ എക്സിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവരെന്ത് മനസ്സിലാക്കി? സം ഇൻവിസിബിൾ റേസ് ആർ കമ്മിങ് ഫ്രം കാഥോഡ്. അതിനവരെന്ത് പേര് കൊടുത്തു? കാഥോഡ് റേസ് എന്നുള്ള പേര് കൊടുത്തു. ദിസ് ഇസ് ഡ്യൂ ടു ദ striking on the glass tube by some invisible rays coming from the cathode. The rays are called cathode rays. ഇതിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് പിന്നീട് കണ്ടെത്തുകയും അതിനൊരു ഇലക്ട്രോൺ എന്നുള്ള പേര് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത് ജെ തോംസൺ ആണ്. അപ്പോൾ ഈ കാഥോഡ് റേസിനെയാണ് നമ്മൾ പിന്നീട് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ നമ്മൾ ജസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോപ്പർട്ടിയും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമുക്ക് ഇത്ര മതി. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടി നോക്കാം. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടി
ദ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അത് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ദ പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ ഇഫക്റ്റ്, അല്ലേ? അതിലെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതതിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഒരു 2 മെറ്റാലിക് ഇലക്ട്രിക് പ്ലേറ്റ് വെക്കുക, ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് പ്ലേറ്റ് വെക്കുക. അതിൽ കാഥോഡ് റേക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു പോകും. When electric field is applied to a stream of cathode ray, they get deflected towards a positive plate, which indicates the cathode rays themselves are negatively charged. അപ്പോൾ അങ്ങനെയാണ് അവർ ഇലക്ട്രിക് ഫീൽഡ് വെച്ച സമയത്ത് അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജ് എന്ന് അവർ ഒബ്സർവ് ചെയ്തു. ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, produce mechanical effect, and they are deflected by electric field. അതുപോലെ when a magnetic field is applied perpendicular to the path of cathode ray, they get deflected in the direction expected for negative particles. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാലും നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക, അതേ ഡയറക്ഷനിൽ കാഥോഡ് റേ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ കാഥോഡ് റേസിൻ്റെ ഡിഫ്ലക്ഷൻ കൊണ്ട് നമുക്കെന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജാണെന്ന് മനസ്സിലാക്കാം. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അടുത്തത് കാഥോഡ് റേ ഒരു മെറ്റൽ ഫോയിലിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്, അത് ചൂടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസസ് എക്സ്റേ വെൻ ദേ സ്ട്രൈക്ക് ഹാർഡ് മെറ്റൽ ലൈക്ക് ടങ്സ്റ്റൺ, കോപ്പർ എക്സെട്ര. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എക്സ്പെരിമെൻറ്റ് തന്നെ നമ്മൾ പ്രൊഡ്യൂസസ് ഫ്ലൂറസെൻസ് ഓൺ ഗ്ലാസ് വോൾ, സിങ്ക് സൾഫൈഡ് എക്സെട്ര, അല്ലേ? അത് ഫ്ലൂറസൻ മെറ്റീരിയൽ തട്ടുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതുപോലെ പെനിട്രേറ്റ് ത്രൂ തിൻ മെറ്റാലിക് ഫോയിൽ, മെറ്റാലിക് ഫോയിലൂടെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ഈ പോയിൻ്റ് ഞാൻ എടുത്ത് പറയാൻ കേട്ടോ, ഈ ഒരു പവർ പോയിൻ്റിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അതേതാണ് ആ പ്രോപ്പർട്ടി? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തിയ സമയത്ത് പല ഗ്യാസ് വെച്ച് മാറി മാറി യൂസ് ചെയ്ത് നോക്കി. അതുപോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സൊക്കെ യൂസ് ചെയ്ത് നോക്കി. എന്നാൽ കാഥോഡ് റേ കിട്ടുന്ന കാഥോഡ് റേയുടെ പ്രോപ്പർട്ടിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവർ കണ്ടില്ല. അതാണ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് യൂസ്ഡ് ആൻഡ് ദ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ പ്രത്യേകം എടുത്ത് പറയണം. അപ്പോൾ നമുക്ക് ഇതിൽ എക്സാമിന് സാധാരണ ഇതിൽ ചോദിക്കുക കാഥോഡ് റേയിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാനാണ്. അപ്പോൾ 4 പോയിൻ്റ്, മിനിമം ഒരു 4 പോയിൻ്റ് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ അതിൽ എന്നാൽ ഒരു വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, അവർ ചോദിച്ചത് കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ട് ഇതിലേതാണ് വിച്ച് അമംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല രീതിയിൽ അങ്ങോട്ട് മാറ്റി നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ ചോദിച്ചു. അതിൽ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ പ്രത്യേകം വന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് യൂസ്ഡ് ആൻഡ് നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം. ഈ പറഞ്ഞിട്ടുള്ള ഈ പോയിൻറ്റുകളും എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാം. പിന്നെ അപ്പോൾ അവർ ക്രൂക്സും ഫാരഡേയും കൂടെ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽ പിന്നെ അവർ കണ്ടെത്തുന്നത് സം ഇൻവിസിബിൾ റേസ് ആർ പാസിങ് ഫ്രം കാഥോഡ് എന്ന് മാത്രമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പഠനം നടത്തിയ ആൾ ജെ തോംസൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇതിൽ ഇലക്ട്രോണിൻ്റെ മാസൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ്
ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ ജെ തോംസൺ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ ജെ തോംസൺ ആണ് പറയുക. അപ്പോൾ അദ്ദേഹം ഈ കിട്ടിയ കാഥോഡ് റേസിനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് വളരെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അടക്കമുള്ള പല കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ E/m വാല്യൂ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. അതിനു വേണ്ടി അദ്ദേഹം ചെയ്തത് കാഥോഡ് റേയെ ഒരു സൈമൾട്ടേനിയസ് ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലോട്ട് കടത്തി വിടുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജെ തോംസൺ ഡിറ്റർമിൻ ദ E/m ഓഫ് ഇലക്ട്രോൺ ബൈ മെഷറിംഗ് ദ ഡിഫ്ലക്ഷൻ ഓഫ് കാഥോഡ് റേസ് അണ്ടർ ദ സൈമൾട്ടേനിയസ് ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം അതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, കാഥോഡ് ഡിസ്ചാർജ് ട്യൂബ്. ഇപ്പോൾ ഡിസ്ചാർജ് ട്യൂബിനെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ട്യൂബിനെ അല്ലേ, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ ആനോഡ് കാഥോഡൊക്കെ പ്രൊവൈഡ് ചെയ്ത ശേഷം അല്ലേ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലോട്ട് കടത്തി വിടുന്ന ആ രീതിയിലാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു ഡിസ്ചാർജ് ട്യൂബിനെ ഈ രീതിയിൽ മോഡിഫൈ ചെയ്തു. അതുപോലെ തന്നെ അതിലൊരു ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് അപ്ലൈ ചെയ്ത സമയത്ത് ലോ പ്രഷറിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാഥോഡ് റേ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാഥോഡ് റേ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അത് പെർപെൻഡിക്കുലറായിട്ട് വെച്ച് അതിന് വേണ്ടിയിട്ടാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം അതാണ് നമ്മൾ ABC 3 പോയിന്റ് കണ്ടു അല്ലേ. അപ്പോൾ ആദ്യം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എ എന്നുള്ള രീതിയിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് വെക്കും സിയിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. വീണ്ടും ഇതിനൊരു പെർട്ടിക്കുലർ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുത്ത ആ ഫീൽഡ് രണ്ടാമത് കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് മൂന്നാമത് ഇത് ആദ്യത്തെ അതേ ലൈനിൽ ചെന്ന് തന്നെ വീഴും. അതാണ് B എന്ന് പറയുന്ന പോയിൻ്റ്. അവിടെ ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അനുസരിച്ചാണ് അത് അതിൻ്റെ ഒറിജിനൽ പോയിന്റിൽ വെച്ചിട്ട് വന്ന് വീഴുക. ആ ഒരു ഫീൽഡ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ റേഡിയസും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് E/m വാല്യൂ അവർ മെഷർ ചെയ്തത്. അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്, നോക്കിയാൽ മതി. E/m = x/HR² എന്നാണ് ആ ഒരു ഇക്വേഷൻ. അവിടെ x എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എങ്ങനെ എടുക്കണം, ഈ ബിയിൽ കിട്ടണം കേട്ടോ. B എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അതേ ഒറിജിനൽ ഡയറക്ഷനിൽ ഈ ഒരു കാഥോഡ് റേ മൂവ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ്, അതിന് വേണ്ടി എത്ര ഫീൽഡ് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ E/m = x/HR² എന്നാണ്. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ റേഡിയസ്. ഓക്കെ, അതൊക്കെ വെച്ച് നമ്മൾ E/mൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നോക്കാം. A narrow beam of cathode rays generated by electric discharge in a gas at low pressure and it produces fluorescence on the screen at the other end of the tube. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പം സ്ക്രീനിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ആ ഒരു ഈ ABC എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് അവിടെ ഒരു ഡോട്ട് ഇട്ടത് അത് കാണുന്നതാണ് ആ ഒരു പോയിന്റിൽ. കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രോണിന് ഇൻവിസിബിളാണ്, കാഥോഡ് റേ ഇൻവിസിബിളാണ്. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലൂറസൻ മെറ്റീരിയൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്കത് എവിടെ നിന്ന് വീഴുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ പറ്റുക.
അതാണ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് ഡിസൈൻ ചെയ്ത് അതിൽ കാഥോഡ് റേ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആദ്യത്തെ പോയിന്റ്. If an electric field is applied at right angle to the beam having negative charge is attracted to the positive plate of the field. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് പ്ലേറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ബീം ദസ് ട്രാവേഴ്സ് എ പാരാബോളിക് പാത്ത് ആൻഡ് സ്ട്രൈക്ക് അറ്റ് അനദർ പോയിന്റ് ഓഫ് ദ സ്ക്രീൻ. അപ്പോൾ വേറൊരു പോയിന്റിൽ വന്നിട്ടാണ് അത് സ്വാഭാവികമായിട്ടും ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വേറൊരു പോയിന്റിൽ വന്നിട്ട് വീഴും. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോ അപ്ലൈഡ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയിൽ അപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിൻ്റെ 90 ഡിഗ്രിയിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ബീം അണ്ടർഗോ ഡിഫ്ലക്ഷൻ. അപ്പോൾ വീണ്ടും അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അത് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫീൽഡും ക്യാൻസലായിട്ട് അതിൻ്റെ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. ദ സ്ട്രെങ്ത് ഓഫ് ടു ഫീൽഡ്സ് ആർ സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ദ ബീം സ്ട്രൈക്ക് ദ സ്ക്രീൻ അറ്റ് ദ ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ അതിൻ്റെ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തും. ആ സമയത്തുള്ള ഈ രണ്ട് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫ്രം ദ സ്ട്രെങ്ത് ഓഫ് ദ ടു ഫീൽഡ് ദ റേഷ്യോ E/m ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആ ഒരു E/mൻ്റെ വാല്യൂ 1.76 × 10⁸ കൂളോം പെർ ഗ്രാം ആണ്. അല്ലെങ്കിൽ 1.76 × 10⁸11 കൂളോം പെർ കിലോഗ്രാം അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ടെക്സ്റ്റിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ E/m ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ E/m = x/HR² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് 1.76 × 10⁸8 കൂളോം പെർ ഗ്രാം എന്നുള്ള ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ ജെ തോംസൺ അതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും നിങ്ങളുടെ ഒരു ഔട്ട് ഓഫ് സിലബസ് ആയിട്ടാണ് ഈ മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ടെക്സ്റ്റിൽ കൊടുത്തത്. പക്ഷെ നമ്മുടെ വിക്ടേഴ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മളത് പറഞ്ഞു തന്നെ പോകാമെന്നുള്ളതാണ്. വളരെ ഷോർട്ടാക്കിയിട്ട് ഈ എക്സ്പെരിമെൻറ്റുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഷോർട്ടാക്കിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മാത്രം മതി. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറുമില്ല എക്സാമിന്, അങ്ങനെയൊന്നും ചോദിക്കാറില്ല. എന്നാൽ വളരെ ഷോർട്ടായിട്ട് പഠിച്ചു വെക്കുക. ഏറ്റവും ചെറിയ രീതിയിൽ സിമ്പിളായ രീതിയിൽ മാത്രം പഠിച്ചു വെക്കാം. അപ്പം റോബർട്ട് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുന്നത്. അതിനൊരു ചിത്രമാണത്. ഒരു സിലിണ്ട്രിക്കൽ വെസലാണ്. അതിൽ ഒരു ബ്ലൂ കളറിലും നിങ്ങൾ ഒരു യെല്ലോ കളറിലും കാണുന്നത് അതിലൊരു വച്ചിരിക്കുന്ന രണ്ട് മെറ്റാലിക് പ്ലേറ്റാണ്. ഒന്നിന് പോസിറ്റീവ് ചാർജും താഴെയുള്ളതിന് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ്. ഒരു പോസിറ്റീവ് പ്ലേറ്റും താഴെയുള്ളത് ഒരു നെഗറ്റീവ് പ്ലേറ്റുമാണ്. അതുപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ടെലസ്കോപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഒരു സിലിണ്ട്രിക്കൽ വെസലിൽ എന്തുണ്ടാവും? ഗ്യാസ് ഉണ്ടാവും. ഈ ഗ്യാസിനെ അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു അറ്റോമൈസർ ഉപയോഗിച്ചിട്ട് ഓയിൽ സ്പ്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഫൈനായിട്ട് വളരെ ഏറ്റവും ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഓയിൽ ആ ഒരു പ്ലേറ്റിൽ ചെന്ന് വീഴുമ്പോൾ ഫസ്റ്റ് പ്ലേറ്റിന് ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലൂടെ ഈ ഓയിൽ ഡ്രോപ്സ് താഴോട്ട് വരും. ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് താഴോട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു എക്സ്റേ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ മെറ്റാലിക് പ്ലേറ്റുകൾക്കിടയിലുള്ള അവിടെയാണ് നമ്മൾ എക്സ്റേ പാസ് ചെയ്യുന്നത്. അവിടെയുള്ള ഗ്യാസ് അയണൈസ് ചെയ്യുകയും അതിന് ഇലക്ട്രോൺ ലോസ് ചെയ്യുകയും ചെയ്യും. ഈ ഇലക്ട്രോണിനെ ഈ ഫൈനായിട്ടുള്ള വളരെ ചെറിയ ഈ ഓയിൽ ഡ്രോപ്സ് ഈ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓയിൽ ഡ്രോപ്പിന് നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ നമുക്കറിയാം ഡ്യൂ ടു ദ ഗ്രാവിറ്റി അത് താഴോട്ട് വരികയും, എന്നാൽ താഴെ ഉള്ളത് ഈ ഇലക്ട്രിക് പ്ലേറ്റാണ്. ഇലക്ട്രിക് പ്ലേറ്റിൻ്റെ ചാർജ് താഴെയുള്ള യെല്ലോ കളർ പ്ലേറ്റിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്.
അപ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് അവിടെ താഴെ വീഴാതെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഡ്രോപ്ലെറ്റിൻ്റെ വെലോസിറ്റി 0 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വെലോസിറ്റി വെലോസിറ്റിയിൽ വന്നിട്ടുള്ള ആ ഒരു വെലോസിറ്റി മൊത്തം അത് ഡ്രോപ്ലെറ്റ് അല്ലേ അവിടെ നിന്ന് ആ ഒരു ഹോളിൻ്റെ അവിടെ നിന്ന് താഴെ വന്ന് സ്റ്റേഷനറി ആയി നിൽക്കുന്ന ആ ഒരു പോയിന്റ് വരെയുള്ള വെലോസിറ്റി അവർ മെഷർ ചെയ്യും. അതിൽ നിന്ന് അതിൻ്റെ ചാർജ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നോക്കാം. എ സ്പ്രേ ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ അറ്റോമൈസർ. The oil droplets enter the apparatus through a small hole. It is allowed to fall in between two charger plates. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ, അത് ആ 2 ചാർജർ പ്ലേറ്റിലൂടെ വീഴാൻ അനുവദിക്കുന്നു. The motion of droplet is observed with a telescope. ടെലസ്കോപ്പിലൂടെ അതിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്യുന്നു. The space between charger plate is irradiated with X-rays. അപ്പോൾ നമുക്കറിയാം ആ ചാർജർ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാസ് നമ്മൾ അയണൈസ് ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമുള്ള ഗ്യാസിനെ അയണൈസ് ചെയ്യുന്നു. അയണൈസ് ചെയ്യുമ്പോൾ എയർ അവിടെയുള്ള എയർ എന്ത് ചെയ്യുന്നു, അയണൈസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. 1 or more electron produced may be absorbed by an oil drop. അപ്പോൾ നമ്മൾ വീഴ്ത്തുന്ന ഈ ഓയിൽ ഡ്രോപ്പ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു. The oil drop as a result become negatively charged. By measuring the velocity of given oil drop as it fall freely under the influence of gravity and then in an electric field. അപ്പോൾ നമുക്കതിനെ തുടക്കത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഗ്രാവിറ്റി കൊണ്ട് താഴോട്ട് വന്ന് വീഴുന്നത് ആ വെലോസിറ്റി മെഷർ ചെയ്യും. അതേപോലെ തന്നെ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് താഴെയുള്ള ഇലക്ട്രിക് പ്ലേറ്റിൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പായിട്ട് മാറുമ്പോൾ അവിടെ വെലോസിറ്റി കുറഞ്ഞു വരുമല്ലോ. ആ 2 വെലോസിറ്റി അവർ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ചാർജ് ഓഫ് ദ ഡ്രോപ്ലെറ്റ്. ആ ഡ്രോപ്ലെറ്റിൻ്റെ ഓയിൽ ഡ്രോപ്ലെറ്റിൻ്റെ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഇലക്ട്രോണിൻ്റെ ചാർജായിട്ട് കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഫൗണ്ട് ടു ബി 1.602 × 10⁻⁻19 കൂളോം. അപ്പോൾ 1.6 × 10⁻⁻19 കൂളോംബാണെന്ന് ഒബ്സർവ് ചെയ്യുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷനൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ടാണ് വളരെ ഷോർട്ടാക്കിയിട്ട് മാത്രം പഠിക്കുക. മനസ്സിലായ രീതിയിൽ ഇതേപോലെ മനസ്സിലായ രീതിയിൽ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നൊന്നുമില്ല ഈ എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു സിലിണ്ടറിക്കൽ വെസൽ, ഇതിൽ 2 മെറ്റാലിക് 2 ഇലക്ട്രിക് പ്ലേറ്റുകളുണ്ട്. ഓയിൽ ഡ്രോപ്പ് സ്പ്രേ ചെയ്യുന്നു. സ്പ്രേ ചെയ്യുമ്പോൾ ചെയ്തിട്ട് ഫസ്റ്റ് പോസിറ്റീവ് ചാർജുള്ള ഫസ്റ്റ് പ്ലേറ്റിൽ എന്തുണ്ട്, ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലൂടെ ഓയിൽ ഡ്രോപ്പ് താഴെ വീഴുന്നു. ഈ ഓയിൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പിൽ ഉള്ള എയറിനെ അയണൈസ് ചെയ്യുന്നു. എക്സ്റേ വെച്ചിട്ട് അയണൈസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഈ ഇലക്ട്രോണിന് അതാണ് ഏറ്റവും ഫൈൻ ഡ്രോപ്സ് ആയിട്ടുള്ള ഓയിൽ ഡ്രോപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? അതിലുള്ള ഒരു ഇലക്ട്രോണെ മാത്രം അബ്സോർബ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫൈൻ ഡ്രോപ്പ് ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അതിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ ഡ്യൂ ടു ഗ്രാവിറ്റി ഇത് താഴോട്ട് വീഴുകയും എന്നാൽ ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പായി മാറുകയും ചെയ്യുന്നു. ഈ 2 വെലോസിറ്റിയും അവർ മെഷർ ചെയ്യുകയും ആ വെലോസിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് 1.6 × 10⁻⁻19 കൂളോംബാണ്. ഇതിൽ ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. അതാണ് മില്ലിഗൺസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അപ്പം അങ്ങനെ മില്ലിഗൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ചാർജ് കിട്ടി അല്ലേ. നമുക്കറിയാം നേരത്തെ ജെ തോംസൻ്റെ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് E/m വാല്യൂ കിട്ടി. E ഡിവൈഡഡ് ബൈ E/m ചെയ്യുക. E എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ, E/m എന്ന് പറഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം m കിട്ടും, മാസ് കിട്ടും. 9.1 × 10⁻28 ഗ്രാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ പഠിക്കുക രണ്ടാമത്തതാണ് 9.1 × 10⁻31 കിലോഗ്രാം. അത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ അത് വളരെ ചെറിയ, വളരെ മാസ് ഏറ്റവും കുറവുള്ള ഒരു പാർട്ടിക്കിളും കൂടിയാണ് ഇലക്ട്രോണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ പലപ്പോഴും അറ്റോമിക് മാസിലൊന്നും ഇലക്ട്രോണിൻ്റെ മാസ് കൂട്ടാറില്ല, കാരണം അത് അത്രയും ചെറുതായത് കൊണ്ടാണ്. അപ്പോൾ ഇത് ജെ തോംസനാണ് ഇലക്ട്രോണിൻ്റെ മാസ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്താൻ ഉണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ ആ ഒരു ചാർജ് ടു മാസ് റേഷ്യോ ജെ തോംസൺ കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട് ജെ തോംസൻ്റെ പേര് പറയാനുള്ള കാരണം. അപ്പോൾ അത്രയാണ് ഇലക്ട്രോണിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കാഥോഡ് റേസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോണിന് ആറ്റത്തിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുണ്ട്. അതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ചാർജിൻ്റെ വാല്യൂ 1.602 × 10⁻⁻19 ആണ്. അതിൻ്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി. അതിൻ്റെ ആ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ കാഥോഡ് റേസിൻ്റെ ചില പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.